മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല ഈ പ്രഭാതവേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ഉയർപ്പിൻ ഞായറാഴ്ച കർത്താവേ, 2026 പ്രാരംഭ സൺഡേയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച അനേക പേർ കർത്താവേ, പുതിയ വർഷം കാണുവാൻ കഴിയാതെ 2025 കൊണ്ട് അവസാനിച്ചപ്പോൾ ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ വർഷത്തിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഇടയായല്ലോ. കർത്താവേ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാ. ഈ വർഷത്തിൻ്റെ പ്രാരംഭം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് കയറുവാൻ സ്വർഗം സഹായിക്കുക, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന തൻ്റെ മക്കളെ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം, പ്രബോധനം എല്ലാം ദൈവനാമ മഹത്വകരമാക്കി മാറ്റണമേ. കർത്താവെ, വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വർഗം കൂട്ടിവരുത്തണമേ. ഇന്ന് വലിയൊരു ദൈവ പ്രവൃത്തി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ദൂതുകളെ തരണമേ, ആലോചനകളെ തരണമേ. കർത്താവ്, വിടുതലുകളെ ദൈവം അയക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി അയക്കണമേ. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്നോ പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കണോ. ഈ ദേശത്തെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അപ്പൻ്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. പാടുവാൻ, ആരാധിപ്പാൻ കർത്താവിൻ്റെ മക്കളെ ദൈവം അയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും സ്വർഗത്തിലെ അപ്പച്ചന് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Namali Shuna
കർത്താവിനെ ഹല്ലേലൂയ യെസ് 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 ഹല്ലേലൂയ 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 ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം താണിറങ്ങട്ടെ. ഓ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുകയാ. ദൂതന്മാർ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ചലിക്കുകയാ. ഇന്ന് പകൽക്കാലം സാരാഫുകൾ നമുക്ക് വേണ്ടി ഇന്ന് പകൽ ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ആത്മാവിൽ അത് കണ്ടാടേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരം ആയിരം ദൂതന്മാർ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽക്കുകയാ. രോഗികളെ സൗഖ്യമാക്കുവാൻ, ശക്തികൾ എടുത്തു മാറ്റുവാൻ, പൈശാചിക വെല്ലുവിളികൾ എടുത്തു മാറ്റുവാൻ, തകർച്ചകളെ മാറ്റുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ അടുത്തിരിക്കുന്നവരെ നോക്കാതെ അതുവിധം നോക്കാതെ ഇന്ന് പകൽക്കാലം കർത്താവിനോട് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഈ ഹോളിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ഇവിടെ ആയിരിക്കുന്നവരുടെ ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയോ. എത്ര പേര് ഇന്ന് പകൽ ആത്മനിറവോടെ അത് കാണുകയാണ്? എത്ര പേര് ഇന്ന് പകൽ ആത്മനിറവോടെ കാണുന്നു? കുടുംബങ്ങളെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. തലമുറകളെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദേശത്തിന്റെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. തലമുറകളെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. അഭിഷേകം ഇന്ന് പകൽ ചലിക്കട്ടെ. രോഗികൾ ഇന്ന് പകൽ വിടുതൽ പ്രാപിക്കട്ടെ. ശാരീരിക ബലഹീനതകൾ ഇന്ന് പകൽ മാറട്ടെ. സാമ്പത്തിക ബലഹീനതകൾ ഇന്ന് പകൽ മാറട്ടെ. ആത്മനിറവോടെ ആത്മനിറവോടെ ഇന്ന് പകൽ കൃപ ജ്വലിക്കുന്നു, അഭിഷേകം ചലിക്കുന്നു, ആരാധന വെളിപ്പെടുന്നു, നൈഷാചിക മണ്ഡലങ്ങൾ ഓടി ഒളിക്കുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. ഇത് പകൽ കൃപ എല്ലാവരുടെ മേലും വെളിപ്പെടുന്നു. ഇതിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 2025 ഒരു ശാപമായി കണ്ട് 2025 ഒരു ശാപമായി കണ്ട് ഇനി 2025 അങ്ങനെ ഒരു വർഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, അങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ആമേൻ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഒരു പുതിയ ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളിൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാദങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ഒരു പുതിയ വർഷം ഞാൻ നിങ്ങൾക്കായി ആശംസിക്കുന്നു.
കഴിഞ്ഞ 2025 വരെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടവും കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഭാരവും കണ്ണുനീരും രോഗവും നിരാശയും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ 2026 നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, വിടുതലിൻ്റെ, സമാധാനത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഒരു വർഷമായി മാറട്ടെ എന്ന് ഈ പ്രാരംഭ ആഴ്ചയിൽ തന്നെ ആശംസിക്കുന്നു. പ്രൈസ് ലോ. ഞാൻ കഴിഞ്ഞ വർഷം സ്തോത്രം ശുശ്രൂഷിച്ച മെസ്സേജുകളെല്ലാം യൂട്യൂബിൽ കിടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ രാത്രി കുറേ മെസ്സേജുകളൊക്കെ നോക്കി. ഞാൻ ഇന്നലെയാണ്, കുറേ മാസങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി ഞാൻ കുറേ മെസ്സേജുകൾ, ഞാൻ ശുശ്രൂഷിച്ച മെസ്സേജുകൾ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനിടയായിത്തീർന്നു. പ്രൈസ് ലോ. കഴിഞ്ഞ വർഷത്തെ പ്രാരംഭ ആഴ്ചയിൽ ശുശ്രൂഷിച്ചതൊക്കെ ഞാൻ നോക്കി. ആമേൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ മീറ്റിംഗ്, ഇന്ന് മുതലുള്ള മീറ്റിംഗ് നമുക്ക് തുടർന്ന് കാണാൻ വേണ്ടിയൊക്കെ യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും. പ്രൈസ് ലോ. അത് നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരാശ്വാസം, 10 പേർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമ്മുടെ കർത്താവ് വലിയവനാണ്. ഈ ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുകയാണ്. അനേക പേര്, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുളിയിറക്കോണത്ത് നിർത്തി ഒരു സാധനം വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്ന് എന്നോട് കൈയൊക്കെ തന്നിട്ട് ചോദിച്ചു, എവിടെയാണ് വാസ്, എവിടെയാണെന്ന് അറിഞ്ഞു, എവിടെയാണ് ക്ലിയർ സ്ഥലം? ഞാൻ ഇന്നടുത്ത് ഞങ്ങൾ വരും, കുടുംബമായിട്ട് വരും എന്ന് ഇങ്ങോട്ട് പറയാനിടയായി. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെക്കുറിച്ച് പലരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട. ഇനി പലരും ഇങ്ങോട്ട് പറയും, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിപ്പാൻ ആമേൻ ഇടയായിത്തീരും കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ഒരുക്കിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം ഞാൻ നിങ്ങളെ വായിപ്പിച്ചു കേൾപ്പിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 65-ാം സങ്കീർത്തനം, അതിലൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം കാണുവാൻ വേണ്ടി കഴിയും. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനം തന്നെയാണ്. വചനത്തിന് അനുഗ്രഹം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഒന്നുമില്ല. എല്ലാം ദൈവ നിശ്വാസീയമായതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്, ഈ വചനത്തിൻ്റെ ബൈബിളിലെ ഒരു വള്ളിക്കും പുള്ളിക്കും കുത്തിനു വരെയും വെയിറ്റ് ഉണ്ട്, അതിന് വരെയും ശക്തിയുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആകാശവും മാറും, ഭൂമിയും മാറും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ വചനത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ശക്തിയും ഒക്കെ ഉണ്ട്. ആമേൻ. സ്തോത്രം. എല്ലാം വായിച്ച് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം വായിക്കാം. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 65-ൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് അവിടെ നമുക്ക് വായിക്കുവാനിടയായത്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പ്രൈസ് ലോ. നമ്മളൊരു സംവത്സരത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് 4-ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. ദൈവം അനുവദിച്ച ഒരു വർഷം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോ. 2025 ലോകവ്യാപകമായി നമ്മളിതുപോലെ സന്തോഷത്തോടെ പ്രവേശിച്ചതാണെങ്കിലും ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ രാജ്യവ്യാപകമായും ലോകവ്യാപകമായും ഒക്കെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായി. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. പക്ഷേ നമുക്കൊരു പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം അവിടെ എല്ലാം നമ്മളെ നിർത്തി എന്നതാണ്. ദൈവം നമ്മളെ അതിലൊന്നും തകർന്നു പോകാതെ 2025 പോയതുപോലെ നമ്മളും പോയില്ല. ആമേൻ. 2025 ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ ദൈവം നമ്മളെ ഇന്നും സിയോൻ പർവ്വതം പോലെ നിർത്തി. ഹല്ലേലൂയ. നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിയ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച ചില അനുഭവങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു സ്വപ്നം പോലെ നമ്മളിൽ നിന്ന് മാറി
നമ്മൾ ഇന്നും നിൽക്കുന്നു. പ്രൈസലോ, ഇതെന്നെയും കൊണ്ടേ പോകൂ, ഇതെൻ്റെ അവസാനമെന്നൊക്കെ നമ്മൾ ചിന്തിച്ച സ്ഥാനത്ത് ദൈവം നമ്മളെ നിർത്തി എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഒരു പുതിയ വർഷം നമുക്ക് കാണാൻ കൃപ ചെയ്തു എന്നതാണ്. ഒരു വർഷം വരുന്നു, പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പഴയ വർഷമായി മാറും, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ പുതുമയങ്ങ് മാറും. നമുക്കെല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് നമുക്കറിയാം, പ്രൈസലോ, എല്ലാവരും ജാതികളും ദൈവമക്കളും ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തെ ആരാധിക്കുന്നവരും നിരീശ്വരവാദികളും യുക്തിവാദികളും ആമേൻ ജാതി മത വർണ്ണവർഗ വ്യത്യാസമെന്നെ എല്ലാവരും ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിച്ചു. ന്യൂ ഇയർ ആഘോഷിച്ചാണ് പ്രവേശിച്ചത്. ആരും കരഞ്ഞുകൊണ്ട് കയറിയില്ല. ആമേൻ, എല്ലാവർക്കും ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, അവരുടെ ഒരു പ്രതീക്ഷ, ഒരു പുതിയ വർഷം. ഒരു പ്രത്യേകതയും ഇല്ല, ഇന്നലത്തെ പോലെ തന്നെ, ഇന്നത്തെ പോലെ തന്നെ, നാളെയും ഒക്കെ തന്നെ. എങ്കിലും ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയങ്കരമായി സന്തോഷിക്കും, ന്യൂ ഇയർ അങ്ങ് ആഘോഷിക്കും. കാരണം എന്തിൻ്റെയൊക്കെ ഒരു പുതിയ തുടക്കം പോലെ, എന്തൊക്കെ നമ്മൾ നേടാൻ പോകുന്നത് പോലെ, എന്തോ നമുക്ക് കിട്ടാൻ പോകുന്നത് പോലെ, എന്തൊക്കെ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ആമേൻ 2025 കഴിഞ്ഞ് 26 നമ്മൾ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഈ 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാപമാക്കിയും മാറ്റാം, നമുക്ക് തകർച്ചയാക്കിയും മാറ്റാം, നമുക്ക് നന്മയാക്കിയും മാറ്റാം, നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം, നമുക്ക് ഉയർച്ചയാക്കിയും മാറ്റാം. പ്രൈസലോ. ചില വർഷം ഇന്ന് കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷം ഇതാ വന്നു, ഇനി ഒരു വർഷം വരുന്നു, ഇനി ഒരു വർഷം പോകുന്നു. ഇതിനെന്താ പ്രാധാന്യത? ഇപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഏത് വർഷം വന്നാലും എത്ര വർഷം വന്നാലും ഞാൻ ഇങ്ങനെ പോകൂ, എൻ്റെ ജീവിതം ഇങ്ങനെ പോകൂ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇങ്ങനെ പോകൂ, എൻ്റെ കുടുംബം ഇങ്ങനെ പോകൂ. ഇതിലൊന്നും ഒരു പ്രത്യേകതയില്ല. നമുക്ക് തലയിൽ ചിലർ പറയുന്നത് പോലെ തലയിലൊന്ന് വരച്ചിട്ടുണ്ട്, അതേ കിട്ടൂ, തലയിലൊരു എഴുത്തുണ്ട്, അതേ നടക്കൂ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ തലയിൽ എഴുത്തുണ്ടോ വരയുണ്ടോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നമ്മുടെ തലയിൽ എഴുത്തുണ്ടെങ്കിലും വരയുണ്ടെങ്കിലും നമ്മളെ ആരെങ്കിലും വിധിച്ചു വച്ചിരിക്കുന്നെങ്കിലും ദൈവം ഒച്ചട്ടായി പറഞ്ഞു വച്ചിരിക്കുന്നെങ്കിലും അങ്ങനെയൊന്നുമല്ല, അതിനൊരു വ്യത്യസ്തതയുണ്ട് എന്ന് ഈ വേദപുസ്തകം പറയുന്നു. പ്രൈസ് ലോ. ആമേൻ. നമ്മളൊക്കെ ജനിച്ചു വന്ന പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ, നമ്മളൊക്കെ ജനിച്ചു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, ഞാനൊരു പാസ്റ്ററാകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഞാനിങ്ങനെ 10 പേരെ ശുശ്രൂഷിക്കുമെന്നോ, 10 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നോ, ഞാൻ 10 കുടുംബത്തിന് അനുഗ്രഹമായി തീരുമെന്നോ എൻ്റെ പെറ്റ അമ്മ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം എൻ്റെ 16-ാമത്തെ വയസ്സുവരെയും ഞാൻ ആർക്കും ഗുണമില്ലാത്തവനായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിരുന്നു, എൻ്റെ കുടുംബത്തിന് ഒരു തലവേദനയായിരുന്നു, എൻ്റെ നാട്ടിന് ആർക്കും ഗുണമില്ലാത്തവനായിരുന്നു. ഞാനൊരു ദൈവദാസനാകാൻ ഒരിക്കലും ആഗ്രഹിച്ച വ്യക്തിയല്ല. ഞാനൊരു പാസ്റ്ററാകുമെന്ന് ഒരിക്കലും ഞാൻ പോലും ചിന്തിച്ചില്ല. എനിക്കത് താല്പര്യമില്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം മാറിയത്. ആ കണക്ക് കൂട്ടലുകളും ആ ഓർഡറുകളെല്ലാം തെറ്റിയത്. പിന്നെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടി, ആരെയും ശല്യം ചെയ്യാതെ, ആർക്കും ഒരു ബാധ്യതയാകാതെ ഒതുങ്ങിക്കൂടാമെന്ന് ചിന്തിച്ച നമ്മളിൽ പലരെയും ദൈവം വാരി കോരിയെടുത്തില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടെത്തിയില്ലേ? നിങ്ങളുടെ തലമുറകൾ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങി തീർക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. 2026 പ്രവേശിച്ച ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാപമായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ വന്നതുപോലെ തന്നെ നമുക്ക് പൊക്കൊണ്ടിരിക്കാം. അല്ല, നമുക്ക് ആ കണക്ക് കൂട്ടലുകളും ആ പദ്ധതികളും മാറ്റി ഒരു പുതിയ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ജീവിതം കൊണ്ടുപോകാം. ഈ വർഷം നമുക്ക് വേണമെങ്കിൽ ശാപം കൊണ്ട് നിറഞ്ഞ ഒരു വർഷവുമാക്കാം, നന്മ കൊണ്ട് നിറഞ്ഞ ഒരു വർഷവുമാക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സംവത്സരത്തെ രോഗം കൊണ്ട് നിറയ്ക്കുന്നു എന്നല്ല, ശാപം കൊണ്ട് അലങ്കരിക്കുന്നു എന്നല്ല, തകർച്ചകൾ കൊണ്ട് അലങ്കരിക്കുന്നു എന്നല്ല, അവൻ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്നാണ്. ഈ വർഷം ഒരു അലങ്കാരം, പുതിയ വർഷം നമ്മൾ അലങ്കരിച്ച് കയറിയതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ
ഒരനുഗ്രഹമായി മാറണം. 2025 ചിലപ്പോൾ സാമ്പത്തിക മേഖലകളിൽ തകർന്ന് ഒരു ശാപമായ വർഷമായിരിക്കാം. 2025 ചിലപ്പോൾ ശാരീരികമായി ബലഹീനപ്പെട്ട് രോഗിയായി തീർന്ന വർഷമായിരിക്കാം. 2025 വീട്ടിനകത്തൊരു സന്തോഷമില്ലാതെ എപ്പോഴും ആ വഴക്കും അടിയും സംസാരവും വല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ആയിരുന്നൊരു വർഷമായിരിക്കാം. 2025 നമ്മൾ ഇറങ്ങുന്ന വഴികളെല്ലാം ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ട വർഷമായിരിക്കാം. 2025 നമ്മുടെ തലമുറകൾക്ക് ഒരു വഴി തുറക്കാതിരുന്ന വർഷമായിരിക്കാം. 2025 നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ സാമ്പത്തികമായി തകർക്കപ്പെട്ട വർഷമായിരിക്കാം. എന്ന് പറഞ്ഞ് 2026 അങ്ങനെ തന്നെ മൂവ് ചെയ്യത്തില്ല. അതിനൊരു ബ്രേക്ക് ദൈവം ഇട്ടിട്ട് ഒരു പുതിയ അധ്യായമാക്കി, ഒരു നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വർഷമാക്കി ഈ 2026 മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ഒരുക്കമാണോ? പ്രൈസ് ദി ലോർഡ്. ആ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ഒരു സന്ദർശനത്തിൻ്റെ വർഷമാക്കി ഈ 2026 ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നമ്മുടെ വീട്ടിൽ ആരും വന്നിട്ടില്ല, ഇതുവരെ നമ്മളെ ആർക്കും വേണ്ട, ഇതുവരെ നമ്മളെ ഒരിടത്തും ആരും ക്ഷണിക്കുന്നില്ല, ഇതുവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും വിളിച്ച് ചോദിക്കുന്നില്ല. ഒരു ഫോൺ കോൾ പോലും വിളിച്ച് നീ സുഖമായിരിക്കുന്നുവോ, നിൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുവോ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ, നിൻ്റെ തലമുറകൾ നന്നായി ഇരിക്കുന്നുവോ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരുമില്ലാതിരുന്ന് കാണാം. 2025 നമ്മളെ വീട്ടിൽ ആരും വരാതിരുന്ന വർഷമായിരുന്നു കാണാം. പക്ഷേ 2025 നമ്മളെ സന്ദർശിക്കുന്ന ഒരു വർഷമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആരാ സന്ദർശിക്കുന്നത്? ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ദൈവദാസന്മാരല്ലായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കും. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജനമാണോ, ദൈവത്തിൻ്റെ മക്കളാണോ, നിശ്ചയമായിട്ടും സ്ഥിതിയെ ദൈവം മാറ്റും. സ്ഥിതി മാറ്റണമെങ്കിൽ ദൈവം നമ്മുടെ ഭവനം സന്ദർശിച്ചിരിക്കും. ദൈവം സന്ദർശിച്ചാൽ നമ്മുടെ സ്ഥിതി മാറും. ദൈവം വന്നാൽ നമ്മുടെ സ്ഥിതി മാറും. നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും കുടുംബക്കാരും ആരും വന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടണ്ട. സ്വർഗത്തിലെ ദൈവം 2025 നിങ്ങളുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ പോവാ. ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലെന്ന് പറഞ്ഞു, എന്നാലും ഒരു വാക്ക് വിളിച്ചില്ലല്ലോ, എന്നാലും ഒരു വാക്ക് സംസാരിച്ചില്ലല്ലോ, എന്നാലും ഒന്ന് വന്നില്ലല്ലോ, എന്നാലും ഒന്ന് സന്ദർശിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് ഒരു പകൽ വേളയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട. അവർ വന്നില്ലെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തി നിങ്ങളെ വീട്ടിൽ വന്നില്ലെങ്കിലും, നിങ്ങൾ ഒരു വാക്ക് വിളിച്ചില്ലെങ്കിലും, ഒന്ന് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ സന്ദർശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുങ്ങിയിരിക്കുകയാ. അവൻ സന്ദർശിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ തലമുറകളെ സന്ദർശിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഭവനത്തിൽ സന്ദർശനം അയക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മൾ പോകുന്നിടത്തുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവം മാത്രമല്ല, ദൈവം തൻ്റെ ദൂതന്മാരോടും കൽപ്പിച്ച്, ഞാൻ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ സന്ദേശമായി നിങ്ങളോട് പറഞ്ഞതുപോലെ, ആമേൻ, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. ഹല്ലേലൂയ. 2026 ദൈവം തൻ്റെ ദൂതന്മാരോട് എന്നെക്കുറിച്ച്, ആമേൻ, നെഞ്ചി തട്ടിപ്പറ, എന്നെക്കുറിച്ച് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ വഴികളിലും
കാക്കേണ്ടതിന് അപകടം വരാതെ, അനർത്ഥം വരാതെ, ആപത്തു വരാതെ, ദുഃഖം വരാതെ, ദുരിതം വരാതെ, കരിങ്കൊടി നമ്മുടെ വീട്ടിൽ കെട്ടാതെ, ആക്സിഡന്റുകൾ നടക്കാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ, നമ്മളെ ആരും കയ്യേറ്റം ചെയ്യാതെ, നമ്മളെ ആരും ചതിക്കാതെ, നമ്മളെ ആരും വഴിയിൽ തകർത്ത് കളയാതെ സ്വർഗം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. ഒരു ദൂതന്റെ ശക്തി എത്രയെന്നറിയാമോ? നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. എങ്കിലും വചനത്തിലൊന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാ. ഒരു ദൂതന്റെ ശക്തി എന്ന് പറയുന്നത് 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞ ശക്തിയാ. അത്രയും ശക്തിയല്ല, അതിനും അപ്പുറമുണ്ട്. എന്നാൽ അശ്ശൂർ പാളയത്ത് ഒരു രാത്രിയിൽ ഒരു ദൂതനിറങ്ങി 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞ ആ ശക്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. AK-47 തോക്കിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ, ന്യൂക്ലിയർ ബോംബിനേക്കാൾ, ഹൈഡ്രജൻ ബോംബിനേക്കാൾ പവറാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദൂതൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്നൊരു പകൽക്കാലം ഞാൻ പറയാ, ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ, ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയൊരുക്കി തരും, നമുക്ക് എല്ലാം ക്രമീകരിച്ചു തരും. അതുകൊണ്ടാ മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കുന്നു. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി പോകുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറ്റിത്തരൂ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാറ്റിത്തരൂ, നിന്റെ ജീവിതത്തിൽ വഴിയൊരുക്കി തരൂ. നിനക്ക് ഒരു നല്ല ഇടത്തേക്ക് എത്തിക്കുവാൻ എൻ്റെ ദൂതനെയാണ് ഞാൻ നിനക്ക് മുൻപായി അയക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ദൈവം തൻ്റെ ദൂതനെ നമുക്ക് മുൻപായി അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയച്ചത് എന്തിനാ? നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ കാക്കാൻ, നമ്മളെ തന്നെ കാക്കാൻ. ഇവിടുത്തെ സിനിമാ നടന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവിടുത്തെ പല ഉന്നതന്മാരുടെയും മുമ്പിലും പുറകിലും ഇപ്പം മസിലും പെരുക്കി കറുത്ത പാൻറ്റും കറുത്ത ബനിയനും ഒക്കെ ഇട്ട് നടക്കുന്ന കുറേ എണ്ണത്തെ കാണും. ഇപ്പോൾ ഒരാൾക്ക് നല്ല ഡിമാൻഡ് എന്നാണ് അറിയുന്നത്. ഹല്ലേലൂയ. ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പെരുക്കി സ്തോത്രം, ഹല്ലേലൂയ. ഒരു സിനിമാ നടൻ പോകണമെങ്കിൽ അതിൻ്റെ മുമ്പേ ഒരു 10 കരിമ്പൂച്ചകൾ, ഹല്ലേലൂയ. അതിൻ്റെ ബാക്കിൽ സൈഡിലെല്ലാം കൊണ്ട് നടക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ട്. സിനിമാ നടനെയോ നടിയോ ആരും തുടരുത്. സ്തോത്രം. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ശരീരങ്ങളിലോ അവരെ ആരും കയ്യേറ്റം ചെയ്യരുത്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പും പുറകും സൈഡുമായിട്ട് ഒരു 10-15 പേർ ഇങ്ങനെ നടക്കുമ്പോൾ സ്തോത്രം, അവരെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമായി അവരെ അപകടപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചില മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ചെവിയിൽ വെടിവെച്ചു ഒരാൾ. പ്രൈസലോ. സെക്യൂരിറ്റി കുറവായതുകൊണ്ടാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഒരല്പം തെറ്റിപ്പോയി കഴുത്തിക്കൊണ്ടിരുന്നെങ്കിൽ ആൾ പോയി എന്നെ ചെവിയിൽ വെടിവെച്ചു. ചെവിയിൽ തട്ടിക്കൊണ്ടുപോയി അല്പം ചോരെ കൊലിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടു കാണാം ന്യൂസ്. ഹല്ലേലൂയ. അമേരിക്കൻ പ്രസിഡന്റിനുള്ള സെക്യൂരിറ്റി ഒന്നും നമുക്കിവിടെ ആർക്കുമില്ല. നോക്കുമ്പോൾ പക്ഷേ സ്വർഗത്തിലെ ദൂതന്മാർ നമുക്കുണ്ട്. നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളെ പരാജയപ്പെടുത്തി കളയുവാൻ, നമ്മളെ ഒതുക്കി കളയുവാൻ, നമ്മളെ പാതി വഴിയെ തീർത്ത് കളയുവാൻ സ്തോത്രം നമുക്ക് വേണ്ടിയുള്ള കാശും കൈപ്പറ്റി നമ്മുടെ പുറകെ നടന്നിട്ട് നമ്മുടെ തലയിൽ ഒരു രോമം തൊടാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അതിനനുവദിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ യാതൊരു ക്രമീകരണങ്ങളല്ല. നമുക്ക് കണ്ട് കാണാൻ കഴിയാത്ത സ്വർഗത്തിലെ സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ ഒരു കൂട്ടം ദൂതന്മാരുണ്ട് കേട്ടോ. നമ്മൾ അറിയാതെ നമ്മളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം തൻ്റെ ദൂതനെ നമ്മുടെ ഭവനത്തിലേക്ക് അയക്കാൻ ശക്തനാണ്. ഈ 2026 ആമേൻ. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവം നമ്മുടെ വീട്ടിൽ വന്നാൽ, ദൈവം ഒന്ന് നമ്മളെ സന്ദർശിച്ചാൽ ഒരു നനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഴ പെയ്യാതെ വിണ്ട് കീറിക്കിടക്കുന്ന, വെടിക്കട്ട പോലെ കീറിക്കിടക്കുന്ന ഒരിടമായിട്ട് നമ്മുടെ ജീവിതമോ നമ്മുടെ വീടോ ആകത്തില്ല.
എപ്പോഴും ഒരു നനവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്കൊരു നനവ് കൊടുത്താൽ, ഈ വർഷം നീ കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ, ഈ വർഷം നീ കരയാൻ തയ്യാറായാൽ, ഈ വർഷം നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ, ഇതുവരെ കാണാത്ത ചില നന്മകൾ, ഇതുവരെ അനുഭവിക്കാത്ത ചില നന്മകൾ, ഇതുവരെ നീ പോകാത്ത ചില ഇടങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക. എത്ര പേര് വിശ്വസിക്കുന്നു? ചില രാജ്യങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്, ചില ദേശങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്, ചില വ്യക്തികൾ നിന്നെ കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽ നീ ഒരു ശാപമെന്ന് പറഞ്ഞ്, നീ ഒരു ശല്യമെന്ന് പറഞ്ഞ്, ആർക്കും നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒരു വശത്ത് നിന്നെ എഴുതി മാറ്റിയിടുമ്പോൾ 2026 പ്രാരംഭ ഞായറാഴ്ച ഒരു ദൂത് ഞാൻ ഇന്ന് പകൽ ദേശത്തോടും സഭയോടും വിളിച്ചു പറയാ. ഇതുവരെ നീ പോകാത്ത ഇടത്ത് ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. ഇതുവരെ കാണാത്ത ചില കുടുംബങ്ങൾ നിന്നെ തേടി വരാൻ പോകുകയാണ്. ഇതുവരെ നീ പോകാത്ത ഭവനങ്ങളുടെ അകത്ത് നിന്നെ ദൈവം അയക്കാൻ പോകുകയാ. ഇതുവരെ ഇല്ലാത്ത ചില വിടുതലുകൾ ഈ ദേശം കാണാൻ പോകുകയാ. ഇന്ന് പകൽ ഡോക്ടർമാർ കൈവിട്ട ചില കുടുംബങ്ങൾ, ആമേ, ബന്ധുക്കൾ കൈവിട്ട ചില വ്യക്തികൾ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ദൈവിക കൃപകളിലൂടെ, നിന്നെ ദൈവം ഉപയോഗിക്കുന്നതിലൂടെ ആ ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോകുക. ഈ വർഷത്തിന്റെ അവസാനം ഒത്തിരി നന്മകൾ പറയാനുള്ള ഒരു വർഷമാക്കി ദൈവാത്മാവ് ഈ 2026 എന്റെ ദൈവം മാറ്റാൻ പോകുക. ഇന്ന് പകൽക്കാലം ദേശത്ത്, ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരങ്ങളെ തട്ടി ഇന്ന് പകൽ കർത്താവിനൊരു മഹത്വം കൊടുത്ത് ഇന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുക. ആ കർത്താവിൻ്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുക. ഇതുവരെ നീ എത്താത്തടുത്ത്, ഇതുവരെ നീ കൈക്കൊണ്ട് പിടിക്കാത്തത് ഇന്ന് പകൽ ദൈവം നിന്റെ കരങ്ങളിൽ തരാൻ പോ. ഇന്ന് പകൽ നനയുന്ന കണ്ണുണ്ട്, കരയുന്ന മനസ്സുണ്ടോ? ഇന്ന് പകൽ നീ കരയാൻ തയ്യാറായാൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽ നിന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നനഞ്ഞൊഴുകാൻ തയ്യാറായാൽ, ഓ, മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ, ഇന്ന് പകൽ ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 2026 മാറ്റുമെന്ന് ആമേ ഉറപ്പുള്ള ദൈവമക്കൾ ആ കർത്താവിനൊരു നന്ദി പറഞ്ഞേ. 2026 നമ്മൾ അല്പം അധിക സമയം കരയാൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി കരയാൻ മാറ്റിവച്ചാൽ, ആമേൻ, ഒരു ദൂത് ഞാൻ ഇന്ന് പകൽ കൈമാറാം. 2026 ഒരല്പസമയം ദൈവസന്നിധി കരയാൻ സമയം വേർതിരിച്ചാൽ മനുഷ്യന്റെ മുമ്പിൽ നിന്റെ കണ്ണ് നിറയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ കരയാൻ നീ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ 10 തുള്ളി കണ്ണുനീരൊഴുക്കാൻ തയ്യാറായാൽ, ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച 1-ാമത്തെ സൺഡേയിൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയാ. നിന്റെ കണ്ണിന് മനുഷ്യന്റെ മുമ്പിൽ നിറയ്ക്കത്തില്ല. നിന്റെ കണ്ണുനീരൊഴുകാൻ മനുഷ്യന്റെ മുമ്പിൽ ഒഴുകാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ കരയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ദൂത് ഇന്ന് പകൽ ഏറ്റെടുത്തോ. ഇന്ന് മുതൽ 10 തുള്ളി കണ്ണുനീര് എല്ലാവരും ഉറങ്ങുമ്പോ, എല്ലാവരും നമ്മളെ വിട്ട് മാറുമ്പോ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങുക. ഈ 2026 ആമേ കരയുന്ന വർഷമല്ല, കരയിപ്പിക്കുന്ന വർഷമല്ല, ചിരിക്കുന്ന വർഷമായി മാറാൻ, സന്തോഷിക്കുന്ന വർഷമായി മാറാൻ, ഓ, അസാധ്യങ്ങൾ സാധ്യമാകുന്ന വർഷമായി മാറാൻ ഒരു കാര്യവും ദൈവസന്നിധിയിൽ കരയുന്ന വർഷമോ, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്ന വർഷമായി, ദൈവസന്നിധി മുട്ടുമടക്കുന്ന വർഷമായി ഇന്ന് പകൽക്കാലം മാറ്റാൻ ദൈവസന്നിധിയിൽ ഇന്ന് പകലൊരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നനയ്ക്കുന്നു, 2 പുഷ്ടിയുള്ളതാക്കുന്നു. ആമേൻ. വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാത്തടത്ത് വളർന്നു വരുന്നതിനെയും, വെള്ളവും വെളിച്ചവും ഉള്ളിടത്ത് വളർന്നു വരുന്നതിനെയും
രണ്ടും രണ്ടാ. വെള്ളവും വെളിച്ചവും ഇല്ലാത്തടുത്ത് വളർന്നു വരുന്നത് ഒരുമാതിരി വാടിക്കുഴഞ്ഞ് ഒരു പച്ചപ്പില്ലാതെ, ഒരു പുഷ്ടിയില്ലാതെ, ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ വെള്ളവും വെളിച്ചമൊക്കെ നന്നായി കിട്ടുന്നിടത്ത് വളർന്നു വരുന്നത് ഉണങ്ങിയിരിക്കുന്നതല്ല, പച്ചപ്പില്ലാതെ ഇരിക്കുന്നത് പോലെയല്ല, പുഷ്ടിയില്ലാതെ ഇരിക്കുന്ന പോലെ. അതൊരു കൊഴുപ്പ് കാണും, അതൊരു തടിച്ച അനുഭവം കാണും. ഇന്നോ പകൽ ദൈവാത്മാവ് 2025 എങ്ങനെയെങ്കിലും വളരാനല്ല, എവിടെയെങ്കിലും വളരാനല്ല, ഒരു പച്ചപ്പോടെ വളരാൻ, ഒരു പുഷ്ടിയോടെ വളരാനാണ്. എത്ര പേര് ഇന്നോ പകൽക്കാല ദൂതേറ്റെടുക്കുന്നു, അവൻ പുഷ്ടിയുള്ളതാക്കുന്നു. കഴിഞ്ഞ വർഷങ്ങൾ വരെ ജീവിതത്തിൽ ഒരു പുഷ്ടി വന്നില്ലെങ്കിൽ, കഴിഞ്ഞ വർഷം വരെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചിട്ടു, എത്ര ഓടിയിട്ടു, എത്ര പാടിയിട്ടു, എന്തൊക്കെ ചെയ്തിട്ടു ഒരു പുഷ്ടിയില്ലെങ്കിൽ, ഇന്നോ പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയുന്നു, ഒരു പുഷ്ടിയുള്ള വർഷമാക്കി എന്നെയും നിങ്ങളെയും മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ദൈവാത്മാവ് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശത്ത് ഒരു കുടുംബത്തെ നോക്കി ആലോചന പറയാൻ ദൈവാത്മാവ് നിയോഗം തരികയാ. കഴിഞ്ഞ ചില വർഷങ്ങളായി രാത്രികളെയും പകലാക്കി പകലുകൾ മാക്സിമം അധ്വാനിച്ച് ഒത്തിരി കാശുകൾ സമ്പാദിക്കുന്നു. രാത്രി ഉറക്കം കൊടുക്കാതെ ഒരുപാട് ഇടങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടികളായി പോകുന്നു. കയ്യിൽ ഒത്തിരി നന്മകൾ വരുന്നുണ്ട്, ഒത്തിരി സാമ്പത്തികം വരുന്നുണ്ട്. പക്ഷെ മാസ അവസാനമാകുമ്പോൾ തന്നെ കിട്ടിയതെല്ലാം ഓട്ടസഞ്ചിയിലിട്ടതുപോലെ കടത്തിന്റെ മേൽ കടമായി തീരുന്ന ഒരു കുടുംബം. എത്ര അധ്വാനിച്ചിട്ട് കാശ് വരാഞ്ഞത് കൊണ്ടല്ല, വരവിനേക്കാൾ ചെലവ് വരുന്നു. എത്ര കാശ് കയ്യിലിരുന്നാലും ആ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കടക്കാരായി മാറുന്ന ഒരു കുടുംബത്തെ ഇന്ന് പകൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവാത്മാവിനെ ദർശിപ്പിക്കുകയാ. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് കാണിക്ക കൊടുക്കുന്നുണ്ട്, നേർച്ചകൾ കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സാമ്പത്തികം കയ്യിൽ വരുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നില്ല. അല്പ സാമ്പത്തികം കൈവന്ന് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ തന്നെ അടുത്ത നിമിഷം എങ്ങനെയെന്നറിയുന്നില്ല ആ സാമ്പത്തികവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒരു കടക്കാരനെ പോലെ ആയിത്തീരുന്ന ഒരു കുടുംബം ഇന്ന് പകൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കരത്തെ അവൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക മണ്ഡലത്തെ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് തകർത്ത് പുറമെ ചിരിക്കുന്നു, പുറമെ ജോലിക്ക് പോകുന്നു, പുറമെ ഒന്നിനും കുറവില്ല. പക്ഷെ സാമ്പത്തിക മേഖലയിൽ ഒരു സമാധാനമില്ല, എപ്പോഴും ഒരു അസ്വസ്ഥത. എന്തിന് ഞാൻ ഈ ജോലിക്ക് പോകണോ, എന്തിന് ഞാൻ ഇങ്ങനെ പോകണമെന്ന് വല്ലാതെ വേദനപ്പെട്ട് ഇന്ന് പകൽക്കാലം നിരാശയുടെ നീർച്ചുഴിയിലായിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് പകൽക്കാല പൈശാചിക വ്യാപാരത്തെ ഇന്ന് പകൽ ശാസിക്കുകയാ. സാമ്പത്തിക തകർച്ച ഇന്ന് പകൽ ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് ഇന്ന് പകൽ 2026 ഭവനത്തൊരു വിടുതൽ വ്യാപരിക്കട്ടെ. അധ്വാന ഫലങ്ങൾ നിലനിൽക്കട്ടെ, അധ്വാന ഫലങ്ങൾ കുടുംബത്തിൽ തങ്ങട്ടെ. എന്നും കടക്കാരനായി, എന്താ നിനക്ക് ഇത്ര കടോ, നിനക്ക് ജോലിയുണ്ടല്ലോ, നിനക്ക് സാമ്പത്തികം നല്ല വരവുണ്ടല്ലോ, എന്തേ എന്ന് ഇങ്ങനെ നിനക്കൊരു കടോ, എന്തേ നിനക്കെന്നു ഇങ്ങനെ ഒരു ബാധ്യത എന്തേ എന്ന് പറഞ്ഞു പലരും പരിഹസിക്കുകയാ. കൂട്ടുകാരോട് കാശ് അല്പ കടം ചോദിക്കുമ്പോൾ പരിഹസിക്കുകയാ. എന്തേ നിനക്ക് ഒരു സമയം നീക്കിയിരിപ്പില്ലാത്തത്, എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് നന്മയുണ്ടല്ലോ, വരുന്നല്ലോ, എന്തേ എന്ന് പറഞ്ഞ് പരിഹാസ വാക്കുകളാ. ഇന്നോ പകൽ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, അതിന്നൊരു മാറ്റം തരുന്നു. ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ ഹല്ലേലൂയ പുഷ്ടിയുള്ളതാക്കുന്നു. അടുത്ത് ആമേൻ, സ്തോത്രം. എന്താ അവിടെ അടുത്ത് പറയുന്നത്? ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിറവിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരാൻ പോവാ. ദൈവത്തിൻ്റെ നദി ഒന്നിനും കുറവില്ല കേട്ടോ. ഇന്ന് പകൽ ഒന്നും ഇല്ലാത്തവരുടെ കൂട്ടത്തിലല്ല നമ്മൾ ആയിരിക്കുന്നു, ഒന്നും ഇല്ലാത്തവൻ്റെ കൂട്ടത്തും അല്ല നമ്മൾ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ ദൈവം അല്ലേ.
എല്ലാവരും പറയുന്ന ഒരു കാര്യം, പക്ഷേ ദൈവമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ എത്ര വലിയ ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിലും ചില സമയം നീ ഒറ്റപ്പെട്ട വ്യക്തിയായി മാറും. എത്ര വലിയ ബന്ധങ്ങളുണ്ട്, എത്ര വലിയ ബന്ധുക്കൾ കൂടെ ഉണ്ടെങ്കിലും, എത്ര വലിയ കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിലും നീ ചില സമയത്ത് ആരുമില്ലാത്ത വ്യക്തിയായി മാറും. ആരുമില്ലാത്ത വ്യക്തികളെപ്പോലെ ജീവിക്കേണ്ടി വരും. ഇന്നു പകൽ ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കയറണം. നമുക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങൾക്കായി സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്ന കുടുംബ അംഗങ്ങൾക്കായി സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്ന രാഷ്ട്രീയ മേഖലകൾക്കായി സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല സൗകര്യങ്ങൾക്കായി സ്തോത്രം. പക്ഷേ അതിനപ്പുറമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെല്ലാം കൈ മലത്തുന്നൊരു സമയം വരും. അവരെല്ലാം നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്നൊരു സമയം വരും. നിന്റെ ഒരു നല്ല ആവശ്യത്തിൻ്റെ നടുവിൽ ഇന്നവൾ കാണുമെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നമുക്കുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ എല്ലാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം ഉണ്ട്. ഒന്നാമത് നമുക്ക് ദൈവമാണ്. രണ്ടാമതാണ് നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്. ദൈവത്തിലൂടെ നമ്മളെ ബന്ധങ്ങൾ നിന്നാൽ അതെന്നും നമ്മുടെ കൂടെ കാണും. ദൈവത്തേക്കാൾ അപ്പുറമായി സ്നേഹിക്കാൻ ഏതെങ്കിലും ബന്ധങ്ങളെ നമ്മൾ തേടിപ്പോയാൽ എഴുതിയിട്ടോ അധിക താമസവന ആ ബന്ധം നിനക്ക് ശത്രുവായി, കണിയായി, കുടുക്കായി മാറും. ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം ചങ്ക് തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ചങ്കെടുക്കാൻ വരിക, നമ്മുടെ പ്രാണനെടുക്കാൻ വരിക. ദൈവത്തിലൂടെ ഭാര്യയെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ ഭർത്താവിനെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ മക്കളെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ പാസ്റ്ററെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ വിശ്വാസികളെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ ബന്ധുക്കളെ സ്നേഹിക്കുക, ദൈവത്തിലൂടെ ബന്ധങ്ങളെ സ്നേഹിക്കുക. ദൈവമായിരിക്കണം നമ്മുടെ ഒന്ന്. ഇതെല്ലാം തന്നത് ദൈവമെന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാ, അതെല്ലാം നഷ്ടമാകും. എൻ്റെ അനുഭവം വെച്ച് പറയാ, ചില സമയങ്ങളിൽ ഞാൻ ചില ബന്ധങ്ങളെ ദൈവത്തെ മറന്നു സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് ആ ബന്ധങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ദൈവത്തെ മറന്ന് ഞാൻ ചില ബന്ധങ്ങളെ സ്നേഹിച്ചത് കൊണ്ട്, ദൈവത്തെ മറന്ന് ചില ബന്ധങ്ങളെ കൊണ്ട് നടന്നത് കൊണ്ട്, ദൈവത്തെ മറന്ന് ചില ബന്ധങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് ഇന്ന് ഞാൻ ഈ വചനം വെച്ചുകൊണ്ട് പറയാം, ആ ബന്ധങ്ങളൊന്നും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ആ ബന്ധങ്ങളെല്ലാം കാറ്റിൽ പറന്നുപോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഒരു ഹൃദയമുണ്ടായത് കൊണ്ട് ഞാൻ പറയാം, അതിനേക്കാളും ശ്രേഷ്ഠമായ ബന്ധങ്ങളെ തന്ന് മാനിച്ചവനാണ് എൻ്റെ ദൈവം. എത്ര പേരിന്ന് പകൽ ചേർന്ന് ആമേൻ പറയോ? ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിലും ശ്രേഷ്ഠമായത് തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ ഒന്ന് മാറിപ്പോയാൽ അതിലും വലുത് തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ നിലപാടില്ലാത്ത ചില ബന്ധങ്ങൾ നമ്മളെ വിട്ട് പോയാൽ, നിലപാടില്ലാത്ത ചില ബന്ധങ്ങൾ നമ്മളെ വിട്ട് അഴിഞ്ഞു മാറിയാൽ, ഇന്ന് പകൽക്കാലോ ദൈവം അതിലും മാന്യമായ ബന്ധങ്ങൾ തന്ന് ഈ വർഷം മാനിപ്പാൻ എൻ്റെ ദൈവം ശക്തനാ. നമുക്ക് ചില പുതിയ ബന്ധങ്ങളെ ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ശക്തമായി പറയുക. ഇതുവരെ ഈ കോമ്പൗണ്ടിൽ വരാത്തവർ, ഇതുവരെ നമ്മളുമായി ബന്ധപ്പെടാത്ത ചില കുടുംബങ്ങൾ, ചിലർ നമ്മുടെ അരികിലേക്ക് ദൈവം അയക്കും. ചില പുതിയ ബന്ധങ്ങൾ ദൈവം നമുക്ക് തരും. ചില പുതിയ റിലേഷൻഷിപ്പ് ദൈവം നമുക്ക് തരും. പുതിയ ചില ബന്ധങ്ങൾ, ചില പുതിയ ബന്ധുക്കൾ, ചില പുതിയത് ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി പറയുക. മറന്നു കിടക്കുന്ന, മാറിക്കിടക്കുന്ന ചില ബന്ധങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് യോജിപ്പിക്കാൻ പോകുന്നു എന്ന്. ഇന്ന് പകൽ മാറിക്കിടക്കുന്ന ചില ബന്ധങ്ങൾ, മാറിക്കിടക്കുന്ന ചില ബന്ധങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമെന്ന് എത്ര പേര് ചേർന്ന് ആമേൻ പറയൂ? ആ കരങ്ങളെ വീശി എൻ്റെ ദൈവത്തിനൊരു നന്ദി പറഞ്ഞ് ഇന്ന് പകൽ ദൈവം കൊണ്ടുവരുന്ന ബന്ധം നിനക്ക് ശാപമാകത്തില്ല. ദൈവം കൊണ്ടുവരുന്ന ബന്ധം നിനക്ക് ശല്യമാകത്തില്ല. ദൈവം കൊണ്ടുവരുന്ന ബന്ധം നിനക്കൊരിക്കലും നഷ്ടമാകത്തില്ല. ദൈവം നിനക്കൊരു ബന്ധം തന്നാൽ, ദൈവവുമായൊരു ബന്ധം നിനക്ക് തന്നാൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, അത് നിനക്കൊരു അനുഗ്രഹമായിരിക്കും. അത് നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കും. അത് നിന്റെ ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് പകൽക്കാലം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ.
എനിക്ക് ബന്ധുക്കൾ ഒരുപാടുണ്ട് കൃപയാൽ, പ്രൈസല്ലോ. പക്ഷേ എനിക്ക് വേണ്ടി ജീവൻ തരുന്ന ബന്ധങ്ങളെന്ന് പറയുന്ന ബന്ധുക്കളല്ല. ഇന്ന് പകൽ നിനക്ക് എവിടെ മനുഷ്യൻ തീർന്നെന്ന് വിധി എഴുതുന്നു, അവിടെ നിന്നാണ് ദൈവം തുടങ്ങാൻ പോവുക. മോശയുടെ ജീവിതം തീർന്നു, അവൻ്റെ ജീവിതം നൈൽ നദി കൊണ്ട് തീർന്നു. ഇനി അവൻ ആ വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോകുന്നു. അവിടെ നിന്ന് ആരും രക്ഷിക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് കൽപ്പന പുറപ്പെടുവിച്ചോ നിന്നെ കൊല്ലാൻ, എവിടെ നിന്ന് നിന്നെ തീർക്കാൻ പദ്ധതിയിട്ടോ അവിടെ കൊണ്ടുപോയി ദൈവം വളർത്താൻ തുടങ്ങി. ഇന്ന് പകൽ നീ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ വളർത്താൻ തുടങ്ങുക. എവിടെ നീ തകർക്കപ്പെട്ടോ അവിടെ നിന്നെ ദൈവം പണിയാൻ തുടങ്ങുക. എവിടെ നീ അപമാനിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങുക. എവിടെ നീ ഒറ്റപ്പെട്ടോ അവിടെ ദൈവം നിന്നെ ചേർക്കാൻ പോകുന്നു. എവിടെ നിന്റെ ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞോ അവിടെ ആ പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ ആരംഭമിടാൻ പോകുകയാ. എവിടെ നീ ആമേ തീർന്നെന്ന് വിധി എഴുതിയോ, എവിടെ നീ അവസാനിച്ചെന്ന് വിധി എഴുതിയോ, എവിടെ നീ പരാജയപ്പെട്ടെന്ന് വിധി എഴുതിയോ, എവിടെ നീ നിന്റെ ജീവിതം തീർന്നെന്ന് പറഞ്ഞോ അവിടെ 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 ദൈവം തുടങ്ങാൻ പോകുകയാ. പറഞ്ഞവരുടെ വീട്ടിനകത്ത്, പറഞ്ഞവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഇന്ന് പകൽ നീ വളരാൻ പോകുകയാ. പറഞ്ഞവന്റെ വീട്ടിന്റെ മുറ്റത്ത് നീ വളരാൻ പോകുകയാ. പറഞ്ഞവന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാ. പറഞ്ഞവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ വളർച്ച അവൻ കാണിക്കാൻ പോ. എത്ര പേർ ചേർന്ന് ആമേൻ പറയോ? ആ ദൂത് ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കുക. ഞാൻ പറയുമ്പോൾ തന്നെ, എൻ്റെ നാവിലൂടെ ദൈവം പറയുമ്പോൾ തന്നെ ആ ദൂത് ഇന്ന് പകൽ സഭയോട് ദൈവാത്മാവ് പറയുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാല ദൂത് ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കുകയാ. 2026 സ്വർഗം നിന്നെ ആമേൻ വളർത്തുന്ന വർഷമെന്ന് എത്ര പേർ ചേർന്ന് ആമേൻ പറയോ? വളരുമാറാക്കുന്നതാരാ? വളരുമാറാക്കുന്നതാരാ? പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവമാണ്. പൗലോസും അപ്പല്ലോസും ഒക്കെ നട്ടും നനച്ചതൊക്കെ ശരിയാ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. ദൈവം അത്രേ നമ്മളെയൊക്കെ വളർത്തുന്നത് ഇവിടുത്തെ ഒരു മനുഷ്യരല്ല കേട്ടോ. അപ്പനും അമ്മയൊക്കെ ചോറും കറിയൊക്കെ തരും, ശരിയാ. പക്ഷെ വളർത്തുന്നത് സ്വർഗത്തിലെ അപ്പനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവമാണ് വളർത്തുന്നത്. ഞാൻ നിങ്ങളെ എത്രയും വളർത്തി, എന്നിട്ട് എന്നോട് ഇങ്ങനെയാണോ ഈ കാണിക്കുന്നത് എന്നൊന്നും വളർത്തുന്നത് ദൈവമാണ്. പ്രൈസ് തല്ലോ എന്ന് പറഞ്ഞ് ആ അഹങ്കാരമൊന്നും പിള്ളേർ അപ്പനോടും അമ്മയോടും കാണിക്കുകയും ചെയ്യരുത്. ദൈവമാണ് വളർത്തുന്നതെങ്കിലും അപ്പൻ്റെ അമ്മയുടെയൊക്കെ സംരക്ഷണവും കൂടെ നമുക്ക് വേണം. അപ്പൻ്റെ കരുതൽ വേണം, അമ്മയുടെ കരുതൽ വേണം, കുടുംബത്തിലെ കരുതലുകൾ വേണം. ദൈവമാണ് വളർത്തുന്നത്. അപ്പോൾ ഇന്ന് പകൽ ഒരു നിറവിൻ്റെ അനുഭവമാക്കി ദൈവാത്മാവ് നമ്മളെ മാറ്റാൻ മതിയായവൻ. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ നനച്ചവർക്ക് ധാന്യം കൊടുക്കുന്നു, അതിൻ്റെ ഉഴവുചാലുകൾ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു, ആമേ മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. ഇതൊക്കെ കുറേ ഭാഗങ്ങളിലൂടെ പറയാനുണ്ടെങ്കിലും ഞാനത് വിടുക. നിങ്ങൾ വീട്ടിൽ പോയി ആത്മീയ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിച്ച് വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പാടുകൾ തരും. ആമേ നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു. ആമേൻ. ഒരു കാര്യം കൂടി പറയാം, കട്ടകളെ ഉടച്ച് നിരത്തുന്നു. ആമേൻ. കട്ട പോലെ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില കട്ടകളെ ദൈവം ഉടയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാം, വാക്തത്വം നിൻ്റെ മേലുണ്ടെങ്കിൽ, വാക്തത്വം നിൻ്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ എത്ര കട്ട കടന്നാലും ആ കട്ടകളുടെ ഇടയിൽ നിന്ന് വിത്ത് കെട്ടുപോകാതെ അവിടെ നിന്നും കിളിർപ്പിച്ച് പുറപ്പെടുവിക്കുന്നൊരു ദൈവമാണ്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ആമേ ഇനി വളരരുതെന്ന് പറഞ്ഞ് എത്ര വെട്ടി ഒതുക്കിയാലോ, യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് വെട്ടും തോറും പൊട്ടിക്കിളർക്കും. 2025 വരെ നിന്റെ തലമുറയെ വെട്ടിയവരുടെ മുമ്പിൽ, 2025 വരെ നിന്റെ കുടുംബത്തെ വെട്ടിയവരുടെ നടുവിൽ ഹല്ലേലൂയ ഒരു പൊട്ടിക്കിളർപ്പ് ദൈവം തരും. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? ആമേൻ. ഈ 2025 ചില നാമ്പെടുക്കുമെന്ന്. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ. ആമേൻ. നീ സമ്മത്സരത്തെ
ആമേ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അതിന് മുകളിൽ പറയുന്നു അതിലെ മുള ആമേ നീ അനുഗ്രഹിക്കുന്നു. ആരനുഗ്രഹിക്കുന്നു? ദൈവം അനുഗ്രഹിക്കുന്നു. ആമേ ഒരു നാമ്പെടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമ്പോഴാണത് അത് വളർന്ന് പൊങ്ങുന്നത്. നമ്മുടെ വളർച്ചകൾ എവിടെ ശത്രു വെട്ടിയോ? നമ്മുടെ തലമുറയുടെ വളർച്ചയെ എവിടെ വെട്ടിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ കഴിവില്ലെന്ന് പറഞ്ഞെന്ന് നിങ്ങൾ പേടിക്കണ്ട. ആമേൻ. അവർക്ക് കാര്യപ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മുടെ തലമുറകളെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ തലമുറകൾ കർത്താവിൽ പ്രസിദ്ധരാകാൻ പോകുക. ആമേൻ. ഇവിടെ നിന്ന് നമ്മുടെ തലമുറകൾ ഈ ദേശത്ത്, ആമേൻ, നമ്മുടെ തലമുറകൾ കർത്താവിനെ ഉയർത്താൻ പോകുക. ആമേൻ. അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ക്രമീകരണങ്ങളും ഞാൻ ഒരുക്കും. ആമേൻ. നമ്മുടെ തലമുറകൾ ഈ ദേശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദേശം വിറയ്ക്കും, പിശാച് വിറയ്ക്കും. നമ്മുടെ തലമുറകൾ കഞ്ചാവിനും കള്ളനും ലഹരിക്കും രാജാതി